ഹലോ കൂട്ടുകാരെ, എന്തൊക്കെ വിഷയങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ചക്ക മുറിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് തേണ്ടേ കുഞ്ഞുങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കി നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുമായിരുന്നു. അപ്പോൾ അരിപ്പടിക്കകത്തോട്ട് തേങ്ങയും ശർക്കരയും എന്താ പറയുക ഏലക്കയും ചുക്കൊക്കെ പൊടിച്ചതും ചേർത്ത് ശർക്കരപ്പൊടി ചേർത്ത് നമ്മൾ അരച്ച് വെച്ച എന്താ പറയുക ചക്കയും കൂടെ ചേർത്ത് നമുക്കൊന്ന് കുറച്ച് വെള്ളം വേണ്ടി വന്നു. അതോടെ ഒഴിച്ച് ചൂടുവെള്ളമാണ്, അതൊഴിച്ച് നമുക്കൊന്ന് കുഴച്ച് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇലയൊന്ന് വാഴയിലയാണ് കേട്ടോ, അതൊന്ന് വാട്ടി കഴിയൊക്കെ എടുത്ത് നമുക്ക് അതിനകത്ത് പരത്തി ഈ ഇഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി എടുക്കാമേ. അപ്പോൾ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഇന്ന് കോവയ്ക്കയും മെഴുക്കുവരട്ടിയും പിന്നെ എന്തുമായിരുന്നു ചീരത്തോരനുമായിരുന്നു കേട്ടോ. ഇന്ന് അബുക്കുട്ടന് മാത്രം സ്കൂളിൽ പോയാൽ മതി. കണ്ണൻകുട്ടൻ്റെ സ്കൂൾ അടച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് കോവയ്ക്കയും മെഴുക്കുവരട്ടിക്കുള്ളത് അങ്ങോട്ട് അടുപ്പിലോട്ട് വയ്ക്കാം. ചീരത്തോരനുള്ളത് അരിഞ്ഞ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കോവയ്ക്കയും മെഴുക്കുവരട്ടിക്ക് പൊടിയൊക്കെ ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ചീര അങ്ങോട്ടിട്ട് കുറച്ച് അരപ്പും തേങ്ങ അരപ്പാണ് അതൊന്ന് ചേർത്ത് മൂടി വെച്ച് ഇപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ റെഡിയാവുമേ. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ ആയിട്ടുണ്ട്, മെഴുക്കുവരട്ടി ആയിട്ടുണ്ട്. പിന്നെ ചാറുകറിക്ക് വേണ്ടി കുറച്ച് മുരിങ്ങയ്ക്കയും തക്കാളിയും കൂടെ ഒന്ന് ചാറ് വയ്ക്കാൻ അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടയായിട്ടുണ്ട്. അപ്പോൾ അതേ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കാം. വല്ലപ്പോഴും ഉണ്ടാക്കുന്ന കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കഴിക്കുകയും ചെയ്തു. ഈ ചാറുകറിക്ക് ഒന്ന് കടുക് തളിച്ച് അങ്ങോട്ട് ഒഴിച്ചു. ചാറുകറി ആയിട്ടുണ്ട്. അപ്പോൾ എന്താ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, ബൈ.